ഹലോ നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോൻ്റെ ബാക്കി ഭാഗം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ടെഡിയുടെ കൂടിൻ്റെ മുകളിലുള്ള ബോഗെയിൻ വില്ലാസ് ഉണ്ട്, നമ്മളുടെ ചില്ലി വെറൈറ്റീസ് അവരുടെ എല്ലാം പ്രൂൺ ചെയ്തു. പിന്നെ അവർക്കെല്ലാവർക്കും കുറേ കടയിൽ കുറച്ച് പുല്ലുകളുണ്ടായിരുന്നു. ഒരെണ്ണത്തിൻ്റെ കടയിൽ യെല്ലോയുടെ കടയിൽ നന്നായി പുല്ലുണ്ട്, അപ്പോൾ അതൊക്കെ പറിച്ച് മാറ്റി. പിന്നെ ഇനി വരാതിരിക്കാൻ എന്തൊക്കെ റെമഡീസ് ചെയ്യാൻ പറ്റുമോ അത് പരമാവധി ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ന് നമ്മൾ വീണ്ടും വലിഞ്ഞ് കയറുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇന്നലെ തന്നെയാണ്. അപ്പോൾ അതിൽ കുറച്ച് വളങ്ങളിടണം. അപ്പോൾ അതാണ് ഇപ്പോൾ മിക്സ് ചെയ്തത് കഴിഞ്ഞത്. നമ്മളുടെ ഒരു 2 ചാക്ക് പോട്ടിംഗ് മിക്സ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കുറേ നാളുകളായി. അത് എപ്പോഴാണെന്നറിയോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഒരു നീല കളർ ചട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിൽ നിന്ന്. അപ്പോൾ അതിൽ ഇടാൻ വേണ്ടിയിട്ട് പോട്ടിംഗ് മിക്സ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിലിട്ടതിന് ശേഷം ബാക്കിയുള്ളത് മുഴുവൻ ഞാൻ അവിടെ തന്നെ വെച്ചിരിക്കുന്നു, ബാക്കിലേക്ക് കൊണ്ടുപോയേ ഇല്ല. അപ്പോൾ അത് ഇരിക്കുന്നുണ്ട്, കുറേ നാളായിരിക്കുന്നു. അപ്പോൾ അതിൽ മിക്സ് ചെയ്ത് നമ്മളുടെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് അത്രയാണ് എടുത്തത്. പിന്നെ നമ്മളുടെ ചകിരിയുടെ കമ്പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചകിരി, കോഴിയുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ആ കമ്പോസ്റ്റ് അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇവർക്ക് ഇടുന്നത്. അപ്പം നമ്മളുടെ ഈ ബോഗൻ വിലാസിൻ്റെ ചട്ടിയിൽ ഒരു 2 ഇഞ്ചോ 2.5 ഇഞ്ചോ ആണ് ബാക്കിയുള്ളൂ അപ്പോൾ ഇടാനായിട്ട്. ശരിക്കും പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് ഇതുപോലെ എല്ലാ പ്രാവശ്യം നമുക്ക് മണ്ണും വളവും എല്ലാം കൂടെ മിക്സ് ചെയ്തിടുമ്പോൾ അത് അത് ഇടാനുള്ള സ്പേസ് കിട്ടുള്ളൂ. പക്ഷെ നമ്മൾക്കത് കുറവാണ്. നമ്മളുടെ പ്ലാനിങ് കുറച്ച് പാളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും കുറച്ച് സ്പേസൊക്കെ ഉണ്ട്. പിന്നെ മഴ പെയ്യും, പിന്നെ നമ്മൾ നനയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇരുന്ന് പോകും. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല. ഒരു പ്രാവശ്യം കൂടെ ഇടാനുള്ള സ്ഥലമുണ്ട്, അടുത്ത പ്രാവശ്യം ഇടാനുള്ള സ്ഥലം ഉണ്ടാവില്ല, അത്രയ്ക്കും ഇപ്പോൾ ഫുള്ളായിട്ടുണ്ട്. മുകളിൽ വെച്ചിട്ട് എനിക്ക് ക്യാമറ വെച്ച് എടുക്കാനുള്ള ഇതില്ല. കാരണം ഒരു കണക്കിനാണ് ഞാൻ അതുമ്മ കയറി നിൽക്കണത്. അതിനാണെങ്കിൽ ഒരു സൈഡത്തെ മറ്റേ ലോക്കും കേട് വന്നിട്ടായിരിക്കണത്. ഞാനെങ്ങാനും ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യനില്ല ഇവിടെ. അപ്പോൾ പൊക്കിയെടുത്ത് കൊണ്ടുപോകാനായിട്ട്. അത് മാത്രമല്ല, വീണ് കഴിഞ്ഞാൽ വീണത് മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ എല്ലാവിടെയും കേൾക്കണത് വീഴ്ചകളും ഒടിയലും ഒക്കെയാണ്. അത് ഏത് പ്രായം എന്നൊന്നുമില്ല. അപ്പോൾ അതും ഒരു പേടിയാണ്. നമ്മൾ വീണ് കിടന്നു മീൻസ് കയ്യോ കാലിനോ എന്തെങ്കിലും ഒരു ഫ്രാക്ചർ അടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടിപ്പട്ടാളങ്ങളും മൊത്തം പ്രശ്നത്തിലാവും. ചെടികൾ, പിന്നെ എന്തൊക്കെയോ ഓഫീസ് കാര്യം വേറെ, അതൊക്കെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വയ്ക്കാം. പക്ഷേ നമ്മളുടെ ഈ പൂച്ച, പട്ടി അങ്ങനെയുള്ള ജീവജാലങ്ങളും നമ്മളുടെ ചെടികളും ഇത് മൊത്തം എൻ്റെ മാത്രം സെക്ഷൻ ആയതുകൊണ്ട് അത് കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ അത് നന്നായി ശ്രദ്ധിക്കണം. എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും. ഞാനങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴും ഞാൻ ആലോചിക്കും, ദൈവമേ പെട്ടാ അങ്ങനെ. അപ്പോൾ നമ്മളുടെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഇടുകയാണ്. അപ്പോൾ മുകളിലത്തെ ഇട്ട് കഴിഞ്ഞു ഇറങ്ങി ഞാൻ സേഫായി ലാൻഡ് ചെയ്തു താഴെ. ഇനി ഇതൊന്നുമല്ല, ഇപ്പോൾ ഈ കിടക്കണ കണ്ടില്ലേ, അവിടെ വെട്ടിയിട്ടത് മുഴുവൻ അവിടെ കിടക്കുകയാണ്. അതുപോലെ ഇനി നമ്മളുടെ ഈ മണ്ണ് മിക്സ് ചെയ്തത് അതിൻ്റെ കുറേ വേസ്റ്റുകൾ അവിടെ ഇവിടെ ഉണ്ടാവും. ഇനി അതാണ് ഇപ്പോൾ ചെയ്യുമ്പോഴൊക്കെ നല്ല ഉഷാറിലൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി അത് ക്ലീൻ ആക്കണ ഒരു സമയം വരുമല്ലോ, അയ്യോ, അപ്പോഴാണ് ആകെ എല്ലാ വീഡിയോ എടുത്തു കഴിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഒരു ക്ലീൻ ആക്കാൻ ഒരു അരമണിക്കൂറുണ്ട്. അത് ആലോചിക്കുമ്പോൾ ഇപ്പോഴേ തന്നെ എനിക്ക് വിഷമമാണ്. അത് വലിയ ഇഷ്ടമില്ലാത്ത പണിയാണ്. എന്തായാലും ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മളുടെ സിറ്റ് ഔട്ടിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. ഇത് ഒക്കെ റിപ്പോർട്ട് ചെയ്തത് വെച്ചിരിക്കണതാണ് പുതിയ ചട്ടിയിൽ. കണ്ട, ഈ ചട്ടിയിൽ, പുതിയ ചട്ടിയല്ല, പഴയ ചട്ടി തന്നെ, പക്ഷേ എല്ലാം ചെറിയ ചെറിയ പോട്ടിലായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് റിപ്പോർട്ട് ചെയ്തപ്പോൾ കുറേ സ്പേസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ആ ചട്ടികളുടെ കാര്യം പറഞ്ഞില്ലേ, ടെഡിയുടെ കൂടിൻ്റെ മുകളിലുള്ള ചട്ടി, അവർക്കൊരു അപവാദമായിട്ട് ഞാൻ ഇതിൽ റിപ്പോർട്ട് ചെയ്ത ആ ഒരു വേരോട് കൂടിയ ആ ഒരു കട്ട മണ്ണോട് കൂടിയ ഒരു കടയുണ്ടല്ലോ, അതങ്ങനെ തന്നെ ഇറക്കി വെച്ചിട്ട് പിന്നെ ഈ ഉള്ള മണ്ണായിട്ടിട്ടുള്ളൂ. മണ്ണും വളത്തിൻ്റെയും കൂടെ മിക്സ് അതാണ് ചെയ്യണത്. അങ്ങനെയാണ് ഇനി ഇട്ടിട്ട് നിറയ്ക്കണത്. അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ മണ്ണിട്ട് നിറയ്ക്കണേ ഇല്ല. അത് ഇഷ്ടംപോലെ ഹാഫ് നിറഞ്ഞിട്ടുള്ളൂ, ഇനിയും ഉണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ അത് കുറച്ചും കൂടെ നന്നായി വളരാനുള്ള ഒരു സ്പേസ് അറ്റ്ലീസ്റ്റ് ഇനിയെങ്കിലും ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഇടണമെന്ന് ഞാൻ വിചാരിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനൊന്നും വലിയ കുഴപ്പമില്ല. ഇത് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഇത് നമ്മളുടെ നാടൻ പിങ്ക്
പിങ്ക് ഉണ്ടല്ലോ നമ്മൾ നാടൻ കാണാറുള്ളത്, അതുമ്മ ചില്ലി റെഡ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യം. പക്ഷേ ഇപ്രാവശ്യം ഉണ്ടല്ലോ ഞാൻ കുറേ ഗ്രാഫ്റ്റൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നല്ല തിരക്കും ഓരോരോ കാര്യങ്ങളായിട്ട് ആ ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഫുൾ സെറ്റ് വാങ്ങിച്ചു വെച്ചത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്, ഇതുവരെ തൊട്ടിട്ടില്ല. അപ്പോൾ അതും ഇരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് വാങ്ങിക്കുന്നതിന് മുന്നേ വെറുതെ കവറൊക്കെ ചുറ്റി ഉണ്ടാക്കിയതാണ് ഈ ഗ്രാഫ്റ്റ് ചെയ്തതൊക്കെ. ഇപ്രാവശ്യം അത് തൊടാനേ പറ്റിയിട്ടില്ല. അതായത് ഇതില്ലേ ഈ ചട്ടി, ഇത് ഗ്രാഫ്റ്റാണ്. ഇത് നമ്മളുടെ നോർമൽ നാടൻ അത് മുന്നേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഗ്രാഫ്റ്റ് ചെയ്യണത് തൊട്ട് അതിൻ്റെ വളരണതും അതിനെ പ്രൂൺ ചെയ്യണതും എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്തു. കുറച്ച് ദിവസം മുന്നേ ഞാനിതിനെ കട്ട് ചെയ്ത് ഇങ്ങനെ റൗണ്ടാക്കി വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കട്ട് ചെയ്തു. ഇനി അതിൻ്റെ കടക്കിൽ ഈ പറഞ്ഞ മാതിരി നിറയെ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശ്രദ്ധിക്കാറില്ലല്ലോ ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ അല്ലേ. ഇതിനെ ഞാൻ പക്ഷേ ഷെയ്ഡിലേക്കൊന്നും എടുത്ത് വെച്ചിട്ടില്ല. കാരണം ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നമ്മളുടെ നാടൻ ഇതാണ്, സ്റ്റെമ്മാണ് അതിൻ്റെ. കണ്ടില്ലേ അതിൻ്റെ തടി അത്രയും നല്ല ഇതായിട്ടിരിക്കുക, വേരുകളും അത്രയും നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോകാനുള്ള ചാൻസ് 90-95% ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെയാണ് ഇരിക്കണത് മഴയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയധികം പുല്ലുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതും ഈ പറഞ്ഞ മാതിരി ഫുള്ളായിട്ടാണ് ഇരിക്കണത്, മണ്ണ് ഒക്കെ. ഒന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ എന്താ പറയുക, വെള്ളം കെട്ടി നിന്ന് തുളുമ്പി പോകും ഇങ്ങനെ ഇതിൻ്റെ വളങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇത് നമ്മളുടെ ഇതിൽ ഏതൊക്കെ ഉണ്ട് എന്നറിയോ? ചില്ലി ഐസ്ക്രീം ഉണ്ട്, ചില്ലി യെല്ലോ ഉണ്ട്, പിന്നെ ചില്ലി 2-3 ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇനി പൂട്ടാലാണ് ഇവരൊക്കെ കറക്റ്റായിട്ട് എന്താ അവസ്ഥ എന്നറിയുള്ളൂ. പിന്നെയുള്ളത് നമ്മൾ ഈ ചെടികളാണ്. ഇതെല്ലതും ഒരു 1.5 വർഷം ആവണുള്ളൂ. പക്ഷേ ഇതൊക്കെ ഓർമ്മയില്ലേ, നമ്മളുടെ ഓൺലൈനിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഒരു 150 രൂപ. ഇതെല്ലതും ഹൈബ്രിഡ് സാധനങ്ങളാണ്. പക്ഷെ ചിലതൊന്നും കഴിഞ്ഞ പ്രാവശ്യമൊന്നും പൂത്തിട്ടേ ഇല്ല. അപ്പോൾ ഇപ്രാവശ്യമൊക്കെ പൂക്കും എന്നുള്ള പ്രതീക്ഷയിൽ. പക്ഷെ എല്ലാതും ഇങ്ങനെ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുഷിയായിട്ടൊന്നല്ലല്ലോ കിട്ടുക. അത് ഞാൻ അന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഒരു സ്റ്റെമ്മ് പോലെയാണ് കിട്ടുക, ഒരു കഷ്ണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ കുറച്ചിങ്ങനെ നീളത്തിലും അത്ര എന്താ പറയുക മുഷിയായിട്ടല്ല നിൽക്കണം. അതിനെ നമ്മളിനി മുഷിയാക്കി എടുക്കണം. അപ്പോൾ അങ്ങനെ അപ്പോൾ അത് തികഞ്ഞില്ല കേട്ടോ. അപ്പോൾ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ 2 ചാക്കുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു ചാക്കും കൂടെ ഇട്ട് നമ്മളുടെ എൻ്റെ നാട് നാളേക്ക് ഒരു വഴിയാവും. ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയ ഗുസ്തിയാണ്. രാവിലെ മുഴുവൻ നമ്മളുടെ ബാക്കിലെ പറമ്പിൽ വളരലായിരുന്നു. ഉച്ചയ്ക്കാണ് ഈ അംഗം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ ശനിയും ഞായറാണ് കുറച്ച് സമയമല്ല, ശനിയും ഞായറാണ് ആകെ കിട്ടണത്. ബാക്കിയുള്ള ദിവസം ഓഫീസിൽ പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ ആ സമയത്ത് വേണം നമ്മൾക്ക് അന്ന് ഈ ഒരാഴ്ച ചെയ്യേണ്ട സകലമാന എക്സസൈസും ഇതും എല്ലാം കൂടെ ശനി ഞായറും ചെയ്യും. അമ്മ എപ്പോഴും പറയും എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തിട്ട് വയ്യാണ്ട കുറച്ചേശ്ശെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആകെ പിറ്റേ ദിവസത്തേക്ക് മൺഡേ എണീക്കുമ്പോഴേക്കും ഉണ്ടല്ലോ ഒരു വഴിയാവും. പക്ഷെ എന്താ ചെയ്യുക, നമുക്ക് സമയത്തിന് അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് പറയുക. ഇത്രയും സമയമില്ലാത്തവരും കൂടെ അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, പറയുക തന്നെ. എന്നാലും നമ്മളത് പറഞ്ഞു പോകും. സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അപേക്ഷിച്ച് സമയം ഓഫീസ് മാത്രമാണ്, പിന്നെ ഈ ചെടികൾ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ഇതുകളുണ്ടല്ലോ, പൂച്ചകളും പട്ടികളും, പിന്നെ അതൊക്കെ ആണ് കുറച്ചും കൂടെ പിന്നെയും സമയം എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരാരും എന്താ പറയുക, ഈ പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഇവരത്ര വലുതായിട്ടില്ല. അതായത് പുറത്ത് പോയി അവരെല്ലാ കാര്യങ്ങളും ചെയ്യണ ആ ഒരു പ്രായമായിട്ടില്ല. ഇവരിപ്പോഴും ഈ കുഞ്ഞുങ്ങൾ തരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചവിട്ടിയിലൊക്കെ അപ്പിട്ട് വയ്ക്കും അകത്ത് കയറി കഴിഞ്ഞാൽ. അതുപോലെ മുള്ളി വയ്ക്കും. അപ്പോൾ നമുക്ക് എക്സ്ട്രാ പണിയല്ലേ. ഇപ്പം അത് എടുത്ത് കഴുകണം. അങ്ങനെ അതായത് ഒന്ന് ഇരിക്കാം നമ്മൾ വിചാരിച്ചൊന്ന് വന്നിരുന്ന് കഴിഞ്ഞാൽ അപ്പം എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. കുറച്ച് ആൾക്കാരൊന്നുമല്ലല്ലോ. അപ്പോൾ ഈ കൂക്കിയും മോശമില്ല. കൂക്കി മഴ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ അവൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങില്ല. സിറ്റ് ഔട്ടിലോ ഇല്ലെങ്കിൽ കാർ പോർച്ചിലോ നമ്മുടെ ചെരുപ്പുകളൊക്കെ കിടക്കണ്ട അവിടെ വന്ന് മൂത്ര വയ്ക്കുകയും ചെയ്യും, അപ്പിട്ട് വയ്ക്കുകയും, പുറത്തേക്ക് ഇറങ്ങില്ല. അതുപോലെ തന്നെ ഈ പൂച്ചക്കുട്ടികളും അവരും മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ആരും പുറത്തേക്ക് ഇറങ്ങില്ല. അപ്പോൾ വരും ചവിട്ടിയും തപ്പിയിട്ട് അകത്തേക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ അവൻ്റെ ടെഡി മാത്രമേ ഉള്ളൂ. ടെഡി മോശമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവനിപ്പോൾ കൂട്ടിൽ എന്നാലും അവൻ ബെറ്ററാട്ടോ. ഇപ്പോൾ കൂട്ടിലായ കാരണം അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. പക്ഷേ അവൻ ഇതുപോലെ രാവിലെ കൊണ്ടുപോകണ കാരണം അവനത് കറക്റ്റായിട്ട് അവന് സമയം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹസ്ബൻഡ് ഇല്ലാത്ത സമയങ്ങളിൽ മാത്രമാണ് അവൻ കൂട്ടിൽ അങ്ങനെയുള്ളൂ. അല്ല അങ്ങനെ ഒക്കെ
അവൻ പുറത്ത് പോയി അവൻ്റെ ഫുൾ ദിനചര്യകളൊക്കെ രാവിലെ പോകുമ്പോൾ തന്നെ ഫുൾ സെറ്റാക്കും. പിന്നെ അപ്പോൾ അങ്ങനെയാണ് ടെഡിയുടെ കാര്യം. ടെഡി കുറച്ചും കൂടെ വലിയ കുട്ടിയായി മെച്ചുവേർഡായി. ഇനി ഈ കൂക്കിയൊന്നും ഒരിക്കലും മെച്ചുവേർഡാവില്ല, അത് ഉറപ്പാണ്. ഇപ്പോഴും കുഞ്ഞി വാവര പോലെയാണ്. ഈ പൂച്ചക്കുട്ടികളൊക്കെ എടുക്കുമ്പോൾ അവളുടെ കുശുമ്പ് കണ്ടു കഴിഞ്ഞാണ്ടല്ല, നമ്മൾ കുട്ടികളെ മനുഷ്യന്മാരെക്കാളും കുശുമ്പാണ് ഇവർക്ക്, ഈ ഷിറ്റ്സുവിന് ഒരു രക്ഷയില്ല. അപ്പോൾ വരും നമ്മളെ ഇതാക്കാൻ. എന്തിന് നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒന്ന് ഒച്ചെടുത്ത് ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ വരും വാലാട്ടി നമ്മളെ നക്കാനും. അങ്ങനെയൊക്കെ ഒരു പ്രത്യേകത കേട്ടോ. ഷിറ്റ്സു ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഹോംലി ആയിട്ടുള്ള ഒരു പെറ്റാണ്. അപ്പം അങ്ങനെ. അപ്പോൾ ഇത് നമ്മളുടെ വേറൊരു ചിലതൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞില്ലേ പ്രൂൺ ചെയ്തിട്ടില്ല ചിലതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് ഇതിനിപ്പോൾ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അത് അങ്ങനെ ബോഗൻവില്ലയുടെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കുറച്ച് ബാക്കി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ബാക്കി വന്നത് നമ്മളുടെ അഗ്ലോണിമ ഉണ്ട്, കുറച്ച് നമ്മളുടെ സ്റ്റോക്കിൽ ബാക്കിയുള്ള കുറച്ച് അഗ്ലോണിമാസ് ഉണ്ട്, അതിനെ റിപ്പോർട്ട് ചെയ്യണില്ല. അഗ്ലോണിമ മാത്രമല്ല കലാത്തി ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കാമെന്ന് വെച്ചു. ഇതിനൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ, ഒന്ന് റിപ്പോർട്ട് ചെയ്യാം. പിന്നെ കട്ട് ചെയ്തിട്ട് വേറെ കട്ടിങ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ അധികം എനിക്ക് ഉണ്ടാവും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ടാവണത് വെക്കാനുള്ള സ്ഥലം വേണ്ടേ. ഇപ്പം തന്നെ നമ്മളുടെ ഈ സാധനങ്ങൾ മുഴുവൻ ഇരിക്കണ കാരണം, ബൊഗൈൻവില്ലാസിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്, ഇപ്പം ഇതിൻ്റെയൊക്കെ ഒരു സെക്ഷൻ ഉണ്ട്. ഇത് ഇരിക്കണ കാരണം നമ്മളുടെ ബൈക്കോ സൈക്കിളോ കാറോ ഒന്ന് വളയ്ക്കാനോ തിരിക്കാനോ ഒന്നും പറ്റില്ല. എന്നെ എന്നാണ് അവിടെ നിന്ന് ഇതൊക്കെ എടുത്ത് വലിച്ചു തുരകളയാന്ന് എനിക്കറിയില്ല. അത്രയും നമുക്ക് സ്ഥലം ഫ്രണ്ടിൽ ഇല്ലാണ്ടായെന്ന് വെച്ചാൽ ഇതിനേക്കാളും കുറവ് സ്ഥലമുള്ളവരൊക്കെ നല്ല സൂപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ഈ സ്ഥലം മുഴുവൻ ചെടികൾ കൊണ്ട് നിറച്ച് നശിപ്പിക്കുന്നു എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് പ്രശ്നം. എനിക്കും ഈ പറഞ്ഞ മാതിരി മുന്നേ നമ്മൾ 1-2 പ്രാവശ്യമൊക്കെ ഇങ്ങനെ പാമ്പിൻ്റെ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുറച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് എന്നെ പാമ്പ് കടിക്കണു അങ്ങനത്തെ ഒരു പേടിയും എനിക്കങ്ങനെ ഇല്ല. പക്ഷേ പിള്ളേരും എല്ലാവരും ഉള്ളതാണല്ലോ. അപ്പോൾ നമ്മളുടെ ഗാർഡനിങ് പരിപാടികൾ ഇവിടെ കൊണ്ടൊന്നും നിൽക്കണില്ല, ഇനിയും തുടരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.